മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ കരുവന്നൂർ കേസിലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അറസ്റ്റിനും ഒക്കെയുള്ള സാധ്യത ഉള്ള ആ ഒരു സാഹചര്യവും. ലക്ഷ്മി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ്. ഒന്ന് കിഫ്ബി മസാല ബോണ്ട് കേസും ഒപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള വലിയ കൊള്ളയും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം ഉൾപ്പെട്ടുള്ള കേസെന്ന് പറയുന്നത്. അതിൽ ഈ കിഫ്ബി മസാല ബോണ്ടിൽ പല ഘട്ടങ്ങളിലും മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തോട് സഹകരിക്കാതെ കോടതിയിൽ നിയമ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ തടയിടുന്ന ഒരു ശ്രമമായിരുന്നു പല ഘട്ടങ്ങളിലും നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാളെ ഹാജരാകാനാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ 2-ാം തീയതി ഹാജരാകാനാണ് തോമസ് ഐസക്കിനെ നോട്ടീസ് നൽകിയത്. അത് 8ാം തവണ നൽകുന്ന നോട്ടീസാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും ഈ വർഷം തന്നെ ജനുവരി മുതൽ ഇതുവരെയുള്ള സമയത്ത് ഒരു മാസം തന്നെ ഒന്നിലധികം നോട്ടീസുകൾ പലപ്പോഴും ലഭിച്ചിരുന്നു. ആ നോട്ടീസുകൾ ലഭിക്കുമ്പോഴെല്ലാം തന്നെ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അത് തന്റെ വ്യക്തിഗത വിവരങ്ങൾ തിരക്കുന്നതാണ് എന്ന മറുപടി നൽകിക്കൊണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്, ഇഡി വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണം പുരോഗമിക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടരന്വേഷണം ശക്തമാകണമെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തമുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, മസാല ബോണ്ട് ഇറക്കുന്നതിലും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും മസാല ബോണ്ടുകൾ സ്വീകരിക്കുന്നതിലും എല്ലാം തന്നെ ആ നിർണായക തീരുമാനം എടുത്തയാളെന്ന് പറയുന്നത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പൊതുവായി കടക്കുകയും ചെയ്തത്. തോമസ് ഐസക് അത് മന്ത്രിസഭയുടെ പൊതുവായ തീരുമാനമാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക. കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രം ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങില്ല എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമൻസ് ഡോക്ടർ തോമസ് ഐസക്കിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സമൻസിനോട് ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചിരിക്കുന്നത് വീണ്ടും കോടതിയെ സമീപിച്ചുകൊണ്ടാണ്. ഉപഹർജി നൽകിക്കൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് ഇതിനെയും നേരിട്ടുള്ളത്. കാരണം 22-ാം തീയതി കോടതി ഒരിക്കൽ കൂടി കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന്റെ ഹർജികൾ പരിഗണിക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടെ ലഭിച്ച നോട്ടീസ് അതും തടയണമെന്നും അത് വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കുന്നതിന്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് എന്ന കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഉപഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഉപഹർജിയാണ് പരിഗണിക്കുന്നത്. എന്നാൽ കോടതി പല ഘട്ടങ്ങളിലും ഈ കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് തോമസ് ഐസക് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, മുന്നിൽ ഹാജരാകാൻ വിമുഖത കാണിക്കുന്നു എന്ന കോടതിയുടെ ഒരു ചോദ്യമുണ്ട്.